നമസ്കാരം. എൻ്റെ പേര് സജി. എൻ്റെ സ്വദേശം കായംകുളമാണ്. ഞാനിപ്പോൾ അമ്പലപ്പുഴ ഓമന സ്നേഹവീട് അഭയകേന്ദ്രത്തിലാണ്. ഏകദേശം ഒരു 4 വർഷത്തോളം ആവുന്നു ഇപ്പോൾ ഇവിടെ. 4-ാം വർഷത്തിലേക്കാണിത്. ഞാൻ നേരത്തെ എനിക്ക് ഗവൺമെൻറ് സർവീസ് ജോലി ഉണ്ടായിരുന്നു. അത് ഉപേക്ഷിക്കേണ്ടി വന്നു. വിവാഹത്തിനാണ്. ബന്ധുക്കൾ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരുമായിട്ടൊന്നും അകന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതിന് ശേഷമാണ് പെട്ടെന്ന് എനിക്ക് ഷുഗർ വന്ന് കൂടി. അത് വളരെ ഒരു സീരിയസ് ആയൊരവസ്ഥയിൽ ഞാൻ കരുനാഗപ്പള്ളി ഹോസ്പിറ്റലിൽ ഏകദേശം ഒരു 6-6.5 മാസം ചികിത്സയിലായിരുന്നു. അവിടെ നിന്നും വളരെ ക്രിട്ടിക്കൽ സ്റ്റേജാണ്. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ നടക്കാനോ ആഹാരം കഴിക്കാനോ അങ്ങനെയൊന്നും വയ്യാത്തൊരവസ്ഥയിൽ ഏകദേശം ഒരു 28 കിലോ തൂക്കത്തിലേക്ക് ഞാൻ വന്നു. അപ്പോൾ ഡോക്ടർമാരൊക്കെ വിധി എഴുതിയതാണ്, ഇനിയിപ്പം തുടർന്ന് ജീവിതം ഉണ്ടാകത്തില്ല എന്ന് വിധി എഴുതി. പക്ഷേ എങ്ങോട്ടോട്ട് പോകാനുള്ള ഒരു തീരുമാനം എനിക്കില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ മുഖാന്തരം ഇങ്ങനെ സ്നേഹവീട് അഭയകേന്ദ്രത്തിലെ ശ്രീ ആരിഫ് സാറിനെ ബന്ധപ്പെടുന്നത്. അദ്ദേഹം ഇങ്ങോട്ട് വരാൻ പറയുകയും അങ്ങനെ എന്നെ ഈ അഭയകേന്ദ്രത്തിലേക്ക് അവർ സ്വീകരിച്ചു. അങ്ങനെ ഈ 28 കിലോ ഞാൻ വന്നതിന് ശേഷം വളരെ നല്ല രീതിയിൽ എന്നെ അവർ കെയർ ചെയ്തെന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ചെയ്ത കാര്യങ്ങൾ ഇപ്പം എൻ്റെ ഈ രൂപവും എൻ്റെ ആദ്യം വന്ന രൂപവും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം അദ്ദേഹം എന്നെ എങ്ങനെ കെയർ ചെയ്തെന്നുള്ളത് ഇത് കാണുന്നവർക്ക് മനസ്സിലാവും. ആ 28 കിലോയിൽ നിന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് പോയി അവിടുന്ന് ഷുഗർ നോർമലാക്കി എടുത്ത് മരുന്ന് കഴിച്ചു. ഇപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പം മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം ഒരു 57 കിലോയോളം തൂക്കം ഞാനായി. അങ്ങനെ ഇപ്പം ഷുഗർ ഏകദേശമൊക്കെ നോർമലായി. ഇപ്പം മറ്റു കുഴപ്പങ്ങളില്ല. ഇപ്പം അതിനുള്ള മരുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴ് പഴയ കാലത്തിനൊക്കെ അപേക്ഷിച്ച് ഇങ്ങനെ ഒരു ലെവൽ വരുമെന്ന് ഞാൻ ഉദ്ദേശിച്ചതല്ല. നേരത്തെ ഷുഗറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നിയന്ത്രിക്കാൻ പറ്റിയില്ല. ചേട്ടന്മാരും 2 ചേട്ടന്മാർ അവർ ഗൾഫിലുണ്ട്. അവരൊരാൾ മരിച്ചു. പിന്നെ ഒരു പെങ്ങൾ. അങ്ങനെ എല്ലാവരും ഒരു കൂട്ടുകുടുംബമായിരുന്നു ഞങ്ങളുടേത്. അവിടെ നിന്നൊക്കെ ഞാൻ ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു. അവിടെ നിന്നാണ് ഈ ജോലി പോയതിന് ശേഷം പിന്നെ ഞാൻ എറണാകുളത്താവുകയും അവിടുന്ന് പിന്നെ ഒരു ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നു കയറാൻ കാരണം. അങ്ങനെയാണ് എന്നെ സ്നേഹവീട് അഭയകേന്ദ്രത്തിലൊക്കെ അവർ ഏറ്റെടുത്തത്. അവിടെ നിന്ന് ഇപ്പം എന്നെ മരണത്തിൽ നിന്നും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ശ്രീ ആരിഫ് സാറാണ്. അപ്പം ഇവിടെ പറ്റി പറയുവാണെങ്കിൽ ഇവിടെ സത്യം പറഞ്ഞാൽ മനോസുഖവും മറ്റ് കാര്യങ്ങളും മറ്റ് മരുന്നും ഒക്കെ തന്നെ അദ്ദേഹം വളരെ രീതിയിൽ തരുന്നുണ്ട്. നിങ്ങൾ കുറച്ച് പേരെ ഇവിടെ ഉള്ള സാഹചര്യത്തിൽ വളരെ നല്ല രീതിയിൽ ആ സ്ഥാപനം അദ്ദേഹം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഇതിൽ പരം കൂടുതൽ ഇനിയിപ്പോൾ എന്ത് പറയാനാണ്? എല്ലാത്തിനും ദൈവത്തിന് നന്ദി എന്ന് പറയാനല്ലാതെ ഇനി ആക്കിയെടുത്ത അദ്ദേഹത്തിനും കുടുംബത്തിനും ദൈവം അതിനുള്ള നന്മ കൊടുക്കട്ടെ എന്നാണ് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് ഒരു പുതുജീവിതം എന്ന് തന്നെ പറയാം. എൻ്റെ വീട്ടിൽ സത്യം പറഞ്ഞാൽ വളരെ സന്തോഷത്തോടുകൂടി കഴിയുന്നു. ഇത്രേ കൂടെയൊക്കെ അതിന് പറയുള്ളൂ, എനിക്ക് പറയാനുള്ളൂ. എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുന്നു. അതുകൂടാതെ തന്നെ മനസ്സിന് വളരെ സുഖം കിട്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഞാൻ ഇച്ചിരി എഴുതുന്ന കൂട്ടത്തിലും ഇച്ചിരി കലാരംഗത്തും ഒക്കെ നടന്നതാണ്. അതൊക്കെ എല്ലാം മുരടിച്ചു പോയി എന്ന് വിചാരിച്ചിരുന്നതൊക്കെ എനിക്കിപ്പോൾ അതിനൊക്കെയുള്ള സമയം കിട്ടുന്നുണ്ട്. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. ഇച്ചിരി ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കലാസൃഷ്ടികൾ എഴുതുവാനും അതുപോലെ തന്നെ മറ്റേ എവിടെയെങ്കിലുമൊക്കെയുള്ള ഫംഗ്ഷനൊക്കെ അദ്ദേഹം കൊണ്ടുപോയിട്ട് നമ്മളതിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. അവർക്കതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ എഴുതാനും പിന്നെ വൈകിട്ട് ഇവിടെ സത്യം പറഞ്ഞാൽ ഇച്ചിരി മനസ്സിന് സന്തോഷം പകരുന്ന തരത്തിൽ ഒരു ഈശ്വര പ്രാർത്ഥന വൈകിട്ട് നടത്തുന്നുണ്ട്. നിലവിളക്ക് വെച്ച് എല്ലാവരുടെ കൂടിയിരുന്ന് 1 മണിക്കൂർ ഞങ്ങളൊരു പ്രാർത്ഥന, അത് തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. അതിനൊക്കെയുള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ തിക്കും തിരക്കും ഇല്ലാത്ത ഞങ്ങൾ വളരെ കുറച്ച് പേർ എന്ന് പറഞ്ഞാൽ 10-25 പേര്. അതുകൊണ്ട് ആരും ഞങ്ങളൊരു വളരെ ഒരു വീട് പോലെ കഴിയുന്നൊരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. അത് ആർക്കും ഇവിടെ ഒന്ന് കണ്ടാലും അത് മനസ്സിലാക്കും. വലിയ പബ്ലിസിറ്റിയോ ഒന്നും ഇല്ലാത്തൊരു സ്ഥാപനം ആയതുകൊണ്ട് അത് ഇത്രയും നിന്നുള്ള അതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഒരു ചിലവിൽ നിന്നും അത് പരിമിതപ്പെടുത്തിയാണെങ്കിൽ പോലും പക്ഷേ വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് മാനസിക സുഖം, പ്രത്യേകിച്ച് എനിക്ക്
അങ്ങനെ ഉള്ള ഒരു സ്ഥാപനത്തിൽ തന്നെ എത്തിച്ചത് എൻ്റെ ദൈവാധീനം എന്ന് തന്നെ പറയാം. എന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷുഗറിന് മരുന്നുണ്ട്, അതല്ലാതെ മറ്റു അസുഖങ്ങളൊന്നും ദൈവം സഹായിച്ചിട്ട് ഇതുവരെ ഇല്ല. വളരെ നല്ല രീതിയിൽ അദ്ദേഹം കെയർ ചെയ്തിട്ടുണ്ട്. വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് നന്ദി പറയാൻ എനിക്ക് മനസ്സിലാവും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അദ്ദേഹത്തിനും കുടുംബത്തിനും ദൈവം നന്മ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വളരെ സന്തോഷം, വളരെ സന്തോഷകരമായ രീതിയിൽ കഴിഞ്ഞു പോകുന്നു. മറ്റുള്ള മാനസിക ദുഃഖങ്ങളൊന്നും ഇപ്പോൾ ചിന്തിക്കാനുള്ള ഒരവസരം വരുന്നില്ല ഇവിടെ. കാരണം ഇവിടെ അതിനുള്ള രീതിയിൽ ഇപ്പോൾ ഈശ്വരീയ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കടന്നു പോകുന്നു. മലരും മരതക പച്ചയും മഞ്ഞും പുതച്ചങ്ങുറങ്ങുന്ന ചിങ്ങെങ്ങുമേ വരിനെല്ലു കൊത്തിപ്പറക്കും പറവകൾ ഒന്നായി ചിലച്ചിങ്ങിതെങ്ങോ മറഞ്ഞുപോയി. ആരോ വിതച്ചൊര വയലിലെ നെന്മണി കൊത്തിപ്പെറുക്കി വയലിന്നു മൂകമായി. വീശും നിളങ്കാറ്റിലാടും തളിരുകൾ കെട്ടിപ്പുണർന്നാർത്തു നൃത്തം ചവിട്ടവേ മനസ്സിൻ്റെ ഓർമ്മതൻ ചെപ്പിലായി സൂക്ഷിച്ച് പോയ കാലങ്ങളെന്നുള്ളിൽ തെളിയവേ. ഉള്ളിൽ തിരയടിച്ചെത്തുന്നു നന്മതൻ പാതയിൽ ധീരരായി നമ്മെ നയിച്ച